സുഹൃത്തുക്കളുടെ സ്വാധീനത്തിൽ മദ്യപിക്കുന്ന വഴക്കാളി എന്ന പേര് കേൾപ്പിച്ച കുട്ടി. കർണാടക പോലീസ് ഓഫീസറായ പിതാവിനെ മകൻ സ്ഥിരം തലവേദനയായിരുന്നു. ഒടുവിൽ പിതാവ് അവനെ നല്ല നടപ്പിന് ശ്രീരാമകൃഷ്ണ സ്കൂളിൽ ചേർത്തു. തുടക്കത്തിൽ അവിടം ഒരു തുറന്ന ജയിലാണെന്ന് അവന് തോന്നിയെങ്കിലും പതുക്കെ പതുക്കെ അവിടുത്തെ യോഗയും മെഡിറ്റേഷനുമെല്ലാം അവനിൽ മാറ്റങ്ങളുണ്ടാക്കി. തന്നെപ്പോലെ തന്റെ മകനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി പേര് നിലനിർത്തുമെന്ന് പിതാവ് സ്വപ്നം കണ്ടു. പഠനശേഷം കൂലിത്തൊഴിലാളി മുതൽ കാർപ്പന്റർ വരെ നിരവധി ജോലികൾ. ഒടുവിൽ ബാംഗ്ലൂർ ട്രാൻസ്പോർട്ട് സർവീസിൽ കണ്ടക്ടറായി ജോലി. ഒരു സ്ഥിര വരുമാനമായപ്പോൾ തന്റെ പാഷനായ നാടകത്തെ തേടിയുള്ള യാത്രയായി. ആ യാത്ര അവസാനിച്ചത് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആക്ടിംഗ് കോഴ്സിന് ചേർന്നുകൊണ്ടാണ്. നിരവധി നാടകങ്ങൾ, അവ തരുന്ന പോസിറ്റീവ് എനർജി, മാനസിക സന്തോഷം. ഒരു ദിവസം ഈ നാടകം കാണാൻ തമിഴ് ഐക്കോണിക് ഡയറക്ടർ കെ ബാലചന്ദർ എത്തുന്നു. അയാളുടെ അഭിനയം കണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അവന്റെ കണ്ണിന് എന്തോ ചാലകശക്തിയുണ്ട്, അവനോട് നന്നായി തമിഴ് പഠിക്കാൻ പറയൂ. അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യമായി. ഇന്ന് ഏഷ്യയിലെ തന്നെ ഏകദേശം പകുതിയോളം ആളുകളുടെ ആരാധനാ കഥാപാത്രമാണ് അയാൾ. ഇത് രജനീകാന്ത്. സൗന്ദര്യം എന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന പോസിറ്റിവിറ്റിയാണെന്ന് തെളിയിച്ച മനുഷ്യൻ. ഒരു ബസ് കണ്ടക്ടറിൽ നിന്നും ഒരു സംസ്ഥാനത്തിന്റെ GDP വരെ സ്വാധീനിക്കാൻ പ്രാപ്തിയുള്ള വ്യക്തിത്വത്തിലേക്കുള്ള കഠിനാധ്വാനം. തന്റെ സിനിമകളുടെ റിലീസിന്റെ അന്ന് ഹിമാലയത്തിലോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ഒരു പച്ച മനുഷ്യനായി സമാധാനം തേടി അലയുന്ന നായകൻ. ആത്മീയത എന്നാൽ വിജയത്തിലേക്കുള്ള പാതയാണെന്ന് പറഞ്ഞ മനുഷ്യൻ. ഈ പ്രായത്തിലും തന്റെ പാഷനെ പിന്തുടരുന്ന അദ്ദേഹം പറയുന്ന ഒന്നുണ്ട്: ആരാണോ തനിക്ക് ലഭിച്ച സമയം, അവസരം ഇവയെല്ലാം പാഴാക്കുന്നത്, അവർക്കൊരിക്കലും തിരിച്ചു മുന്നേറാനാകില്ല. അവസരങ്ങളെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറുക. വിജയം അവർക്കൊപ്പമായിരിക്കും. ശുഭദിനം.